ചരണം ശരണം രമാംബികേ. ചരണം ശരണം ത്രയംബകേ. അമ്മയുടെ അമൃതവാണികൾ. ശക്തിനഗർ ലഘുലേഖ 57 രണ്ടാം ഭാഗം. സാൻമാഗികവും ആധ്യാത്മികവുമായ ശക്തികൾ നിലനിൽക്കും. രാജസമായ നേട്ടങ്ങൾ അല്പകാലത്തേക്കു മാത്രമേ വാഴുകയുള്ളൂ. അവയൊക്കെ പൊള്ളയാണ്. രാവണന്റെ സാമ്രാജ്യത്തിലെ വൈഭവങ്ങൾ ആർക്കെങ്കിലും വർണ്ണിക്കാൻ കഴിയുമോ? ആഴമേറിയ ഏകാഗ്രതയും മനോദാർഢ്യവും പ്രതിഫലിപ്പിച്ച തീവ്ര തപസ്സുമൂലം ദേവന്മാരെ പോലും പരാജയപ്പെടുത്താൻ കഴിവുണ്ടായ എത്ര ഉഗ്രമായ ശക്തിയാണ് ആ രാക്ഷസരാജാവിന് അധീനമായിരുന്നത്. എന്നിട്ടോ അന്ത്യത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്വത്തിനും ആ വൈഭവങ്ങൾക്കും എന്തു സംഭവിച്ചു? ഒരു മന്ദസ്മിതത്തോടെ അമ്മ തുടർന്നു, ഒന്നോ രണ്ടോ മഴ പെയ്യുമ്പോൾ നിങ്ങൾ കാണാറില്ലേ ചിറകുമുളച്ച നിരവധി ചെറുശലഭങ്ങൾ ദീപത്തിനു ചുറ്റും പറന്നെടുക്കുന്നത്? പക്ഷേ 1-2 മണിക്കൂറിനുള്ളിൽ അവ കഥാവശേഷമാകുന്നു. അഹന്തയെ പരിത്യജിക്കാൻ പഠിക്കുക. ബുദ്ധിയെ അഹന്ത ഗ്രസിക്കുമ്പോൾ ഗഹനമായ അന്തർദർശനവും ധ്യാനവും സമാധിയും സാധിക്കയില്ലെന്നു മാത്രമല്ല, അമ്മയുടെ ഉപദേശങ്ങളുടെ സൂക്ഷ്മവും അഗാധവും നിജവുമായ ഭാവങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുപോലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അഹന്തയെ പരിത്യജിക്കാൻ പഠിക്കുക. ബുദ്ധിയെ അഹന്ത ഗ്രസിക്കുമ്പോൾ ഗഹനമായ അന്തർദർശനവും ധ്യാനവും സമാധിയും സാധിക്കയില്ലെന്നു മാത്രമല്ല, അമ്മയുടെ ഉപദേശങ്ങളുടെ സൂക്ഷ്മവും അഗാധവും നിജവുമായ ഭാവങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുപോലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. നിർവികൽപക സമാധിയിൽ പരമോത്കൃഷ്ടമായ സത്യാനുഭൂതി നേടിയാൽ പോലും തികഞ്ഞ ജ്ഞാനി ഈശ്വരനെ കൂപ്പുകൈകളോടെ ആദരിക്കുന്നു. ജ്ഞാനി 6 മാസം പ്രായമുള്ള ഒരു ഇളംകുഞ്ഞിനെ പോലെ അഹന്തയാത്തവനും ഇച്ഛയില്ലാത്തവനും നിഷ്കളങ്കനുമാണ്. വിജ്ഞാനവും വിനയവും എപ്പോഴും ഒന്നിച്ചാണ് വർത്തിക്കുക. പൂർണ്ണതയെ പ്രാപിക്കുകയെന്നാൽ ഏതാണോ നിത്യപൂർണമായിരിക്കുന്നതു അതിനെ സാക്ഷാത്കരിച്ചു അതുമായി താതാത്മ്യം പ്രാപിക്കുക എന്നാണർത്ഥം. ഈശ്വരൻ മാത്രമാണ് പൂർണ്ണൻ. അതുകൊണ്ട് ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ മാത്രമേ ഒരുവൻ പൂർണ്ണത നേടുക. ഈശ്വരൻ മനുഷ്യജീവികളുടെ പ്രഭവസ്ഥാനമായി തിളങ്ങുന്ന ആത്മാവ് തന്നെയാണ്. ആത്മാവ് പൂർണ്ണമാണ്. ആത്മാവ് എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് ജീവനല്ല. ജീവൻ പരമാത്മാവിന്റെ ഒരു നിഴലോ പ്രതിബിംബമോ മാത്രമാണ്. ഒരു പ്രതിബിംബമുണ്ടെങ്കിൽ അതിനാധാരമായ ഒരു ബിംബമുണ്ടായിരിക്കണമല്ലോ. ആ ബിംബമാണ് ആത്മാവ്. ആത്മഛായയ്ക്ക്, അതായത് ജീവൻ, അതിന്റെ സ്വസ്ഥിതിക്കാധാരമായ യാഥാർത്ഥ്യത്തെപ്പറ്റി അറിവില്ല. പ്രതിഭാസങ്ങളെ സത്യമായും പ്രതിബിംബത്തെ ബിംബമായും ജീവൻ തെറ്റിദ്ധരിക്കുന്നു. ആദ്യമായി ഏവരും ബിംബപ്രതിബിംബത്വം അറിയുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ബ്രഹ്മനുഭൂതി എന്ന പരമാനുഭവത്തിലേക്ക് പുരോഗമിക്കുകയുള്ളൂ. ഈശ്വര സാക്ഷാത്കാരം നേടുന്നതുവരെ ഒരു ജഡത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് അലഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഈശ്വര സാക്ഷാത്കാരം നേടുന്നതോടെ അവൻ ഈ പരമോത്കൃഷ്ടമായ ചൈതന്യമേഖലയിൽ മായാവലയത്തിനും സംസാര സ്വപ്നങ്ങൾക്കും മീതെ എത്തിച്ചേരും. പ്രഥമമായി മയക്കവും മന്നതയും ഉപേക്ഷിച്ച് പുരുഷാർത്ഥ സമ്പാദത്തിന് ഊർജ്ജസ്വലതയോടെ യന്ത്രിക്കുക. അതാണ് മനുഷ്യത്വം. വ്യവഹാരങ്ങളും ഗൃഹജീവിതത്തിലെ സുഖങ്ങളും കുടുംബത്തിലെ വൈകാരിക ബന്ധങ്ങളും നിങ്ങളുടെ പരമലക്ഷ്യമായ ഈശ്വര സാക്ഷാത്കാരത്തെ വിസ്മരിപ്പിക്കാൻ കാരണമാക്കരുത്. പരസ്പരം കരം ഗ്രഹിച്ച് ഭാര്യയും ഭർത്താവും ഈശ്വരാഭിമുഖമായ പ്രയാണത്തിൽ മുന്നോട്ടു പോകാൻ അന്യോന്യം സഹായിക്കണം. അതല്ലാതെ ലക്ഷ്യം മറന്ന് മായയുടെ മയക്കുമരുന്നിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പരസ്പരം തങ്ങളുടെ തന്നെ അധപതനത്തിന് വഴിതെളിക്കുകയുള്ളൂ. നിങ്ങളിൽ അധിഷ്ഠിതമായ മാതൃപിതൃധർമ്മം പാലിക്കുക. ഈശ്വരവിശ്വാസവും സത്യധർമ്മങ്ങളോടുള്ള ഭക്തിയും നിങ്ങളുടെ കുട്ടികളിൽ ശൈശവം മുതൽക്കു തന്നെ വളർത്തണം. നന്മകളിൽ അവരെ പരിശീലിപ്പിക്കുക. അവർക്കു കോളേജ് വിദ്യാഭ്യാസവും സമ്പത്തും വിവിധ സൗഖ്യങ്ങളും നൽകുന്നതുകൊണ്ട് മാത്രം മതിയാകുന്നില്ല. അത് അവരുടെ ബാഹ്യ ബീവിത്വത്തെ സ്പർശിക്കുകയുള്ളൂ. ആന്തരിക ബീവിത്വത്തെ സമ്പന്നമാകാൻ, സ്വഭാവത്തെ പരിപുഷ്ടമാക്കാൻ അവർക്ക് ഈശ്വരഭക്തിയോടാഭിമുഖ്യം സൃഷ്ടിക്കാത്തന്നെ വേണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അവർ അനുസരിക്കയില്ലെന്നു പറയരുത്. നിങ്ങളുടെ മകൻ തനിക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ലെന്നു പറഞ്ഞു സ്കൂളിലും കോളേജിലും പോകാൻ കൂട്ടാകാതെയിരുന്നാൽ അവന്റെ പാടെ വിധിയെ എന്ന് കരുതി നിങ്ങൾ കൈയും കെട്ടി മിണ്ടാതിരിക്കുമോ? ഒരിക്കലുമില്ല. എന്തെന്നാൽ ആഹാര സമ്പാദത്തിന് വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈശ്വരകാരുണ്യ സമ്പാദനവും ആത്മജ്ഞാനവും സംസാരമോചനവും പരമപ്രധാനമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
അതാണ് അജ്ഞത. ശ്രീകോവിലിലെ ആരാധനക്കുള്ള സമയമായതുകൊണ്ട് അമ്മ പ്രഭാഷണം പെട്ടെന്ന് നിർത്തി. അടുത്ത ദിവസം സായാഹ്ന സന്ധ്യ പരിപാടികൾക്കു ശേഷം ഭക്തജനങ്ങൾ അവരവരുടെ താവളങ്ങളിലേക്ക് മടങ്ങവേ അമ്മ ബാൽക്കണിയിൽ വന്നുനിന്ന് ദർശനമരുളി. പെട്ടെന്ന് മാതൃനിലയത്തിനു മുന്നിലുള്ള പൂമുറ്റത്ത് സകലരും സമ്മേളിച്ചു. ദർശനം ദാഹിച്ചു നിന്നിരുന്ന കുട്ടികളെ കണ്ടപ്പോൾ കരുണാമയിയായ അമ്മയുടെ ഹൃദയമലിഞ്ഞിരിക്കണം. മന്ദസ്മേരത്തിൽ പൊതിഞ്ഞ ഓരോ മൗനാനുഗ്രഹടാക്ഷം അമ്മ ഓരോരുത്തർക്കും പ്രസാദമായി നൽകി. സ്നേഹനിർഭരമായ വാക്കുകളിൽ അമ്മ സാധനയെപ്പറ്റി ഉപദേശങ്ങൾ നൽകി. ഇടയ്ക്കിടയ്ക്ക് ഫലിതോക്തികൾ ഉണ്ടായിരുന്നെങ്കിലും ശിക്ഷണത്തിന്റെ ഉത്കൃഷ്ടതകൾ ഏവരുടെയും മനസ്സിൽ പതിയുന്ന കാര്യം അമ്മ ശ്രദ്ധിച്ചിരുന്നു. അമ്മ അപ്പോൾ ഒരു ആഹ്ലാദഭാവത്തിലായിരുന്നു. അമ്മ പറഞ്ഞു, പ്രേമത്തിന്റെ ഉറവ പൊട്ടി ഉയരുന്നതുവരെ ഭക്തി ശ്രദ്ധാപൂർവം വളർത്തിയേ തീരൂ. മറ്റുള്ളവരുമൊത്തു കഴിയുമ്പോഴും നിങ്ങൾ ഈശ്വരനുമായി ബന്ധപ്പെട്ടിരിക്കണം. അതിന് പ്രയത്നം ആവശ്യമാണ്. വീഴ്ചകൾ വന്നെന്നു വരും, എങ്കിലും പരിശ്രമം തുടരണം. വിജയം തീർച്ചയായും വരാതിരിക്കില്ല. നിങ്ങളുടെ ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ നിർബന്ധമുണ്ട്. ഒരു കുഞ്ഞു അതിന്റെ അമ്മയുടെ ദർശനത്തിനെന്നുപോലെ ഈശ്വരനു വേണ്ടി നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കണം. നിങ്ങൾക്കും ഈശ്വരനും ഇടയ്ക്ക് പൊരുത്തമില്ലാത്ത ചിന്തകളും താൽപര്യങ്ങളും കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്ന് അമ്മയുടെ നോട്ടം മുൻപിൽ തടിച്ചുകൂടിയിരുന്ന ബാലികാബാലന്മാരുടെ സമൂഹത്തിലേക്ക് തിരിഞ്ഞു. ഗോകുലത്തിൽ ശ്രീകൃഷ്ണന്റെ കൗമാരദശയിലെ ലീലകളിൽ നിന്ന് ഒരു സംഭവം വിവരിച്ചുകൊണ്ട് അമ്മ തുടർന്നു. ഗോകുലത്തിലെ ഒരു ധനികന്റെ വീട്ടിൽ ധാരാളം വെണ്ണ സംഭരിച്ചിട്ടുണ്ടെന്നറിഞ്ഞു തന്റെ ഇടയസുഹൃത്തുക്കളെയും കൂടി സർവജ്ഞനായ ശ്രീകൃഷ്ണ പരമാത്മാവ് അവിടെ ചെന്നു. എങ്ങനെയോ വെണ്ണ സൂക്ഷിച്ചിരുന്ന അകത്തളത്തിൽ കടന്നുചെന്ന് തൃപ്തിയാവുവോളം വെണ്ണ ഉള്ളിലാക്കി. അതേസമയം ഗൃഹനാഥൻ പുറമെ നിന്ന് വീട് പൂട്ടിയിട്ട് സ്ഥലം വിട്ടു. ഉള്ളിൽ കുടുങ്ങിയ കുട്ടികൾക്ക് രക്ഷപ്പെടുന്നത് പ്രശ്നമായി. ശ്രീകൃഷ്ണൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കൂട്ടുകാരെ, ഭയപ്പെടേണ്ട, നിങ്ങളെ ഒരാപത്തും കൂടാതെ പുറമെ എത്തിക്കാം. പക്ഷേ നിങ്ങളെല്ലാം കണ്ണടക്കണം. എല്ലാവരും അനുസരിച്ചു. എന്നാൽ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് അടച്ചുപൂട്ടിയ മുറിക്കു പുറമെ എങ്ങനെയാണ് കൃഷ്ണൻ എല്ലാവരെയും കടത്തുന്നതെന്നറിയാനുള്ള കൗതുകം കൊണ്ട് പകുതി തുറന്നുവച്ചിരുന്നു. ശ്രീകൃഷ്ണന്റെ നിർദ്ദേശം പാലിച്ച എല്ലാ കുട്ടികളും ഞൊടിയിടയിൽ മുറിക്കു വെളിയിലെത്തി. ശ്രീകൃഷ്ണൻ പ്രയോഗിക്കുന്ന സൂത്രം കാണാൻ കൗതുകം കാട്ടിയ കുട്ടി മാത്രം മുറിക്കുള്ളിൽ ബന്ധനസ്ഥനുമായി. അപ്പോഴേക്കും വീട്ടുടമസ്ഥൻ വന്ന് കതകു തുറന്നു മുറിക്കുള്ളിൽ കടന്നു. ആ ഇടയപ്പയ്യനെ അതിനുള്ളിൽ കണ്ട് കുപിതനായി അവനെ പിടികൂടി പൊതിരെ തല്ലിയിട്ടു അയാൾ പറഞ്ഞു, അങ്ങനെ വരട്ടെ, എന്നും വെണ്ണ കട്ടുതിന്നാൻ വരുന്ന കള്ളൻ നീയാണ് അല്ലേ? അന്നേരമുയർന്ന പൊട്ടിച്ചിരി മാതൃനിലയത്തിന്റെ നാലതിരുകളിൽ തങ്ങിനിന്ന നിശബ്ദതയെ ഭഞ്ജിച്ചു. അമ്മയും ആ ചിരിയിൽ സഹകരിച്ചു. ചിരിയൊക്കെ അടങ്ങിയപ്പോൾ പുഞ്ചിരിതൂകൊണ്ട് അമ്മ തുടർന്നു. കുട്ടികളെ, നിങ്ങൾ ധ്യാനത്തിനിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണു തുറക്കരുത്. ആ കുട്ടിക്ക് അടിയേൽക്കേണ്ടി വന്നത് ശ്രീകൃഷ്ണന്റെ നിർദ്ദേശത്തിന് വിപരീതമായി പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഗുരുവിന്റെ ഉപദേശങ്ങളിലുള്ള അനുസരണയും തികഞ്ഞ വിശ്വാസവും സംസാരകാരാഗ്രഹത്തിന്റെ കതകുകൾ ഭേദിച്ച് നിങ്ങൾക്ക് വിമുക്തി നൽകും. അമ്മ എപ്പോഴും നിങ്ങൾക്ക് ദർശനം അരുളുന്നില്ലെങ്കിലും അമ്മയുടെ മാർഗം തെളിക്കുന്ന കൈകൾ, ആ അദൃശ്യശക്തി സദാസമയവും നിങ്ങളോടൊപ്പമുണ്ടെന്ന് കരുതികൊള്ളുവിൻ. അമ്മയെ എപ്പോഴും സ്മരിക്കുക. അമ്മയുടെ വാക്കുകൾ മനനം ചെയ്യുവിൻ. അമ്മയുടെ നിർദ്ദേശങ്ങൾ പ്രവൃത്തിയിൽ പകർത്തുവിൻ. അതൊരു ഗംഭീരമായ സായനമായിരുന്നു. എങ്ങും നിശബ്ദമായിരുന്നു. സൂര്യൻ അസ്തമിക്കാൻ ഭാവിക്കയാണ്. പ്രകൃതി ധ്യാനമഗ്നയായിരുന്നു. ആ ധ്യാന മുഹൂർത്തത്തിൽ അമ്മയുടെ പാവനമായ വാക്കുകൾ മാത്രം അന്തരീക്ഷത്തിൽ അനുരണനം ചെയ്തുകൊണ്ടിരുന്നു. അമ്മയുടെ രൂപം തേജോമയമായി പ്രകാശിച്ചു. അത് ദർശിക്കുന്നതോടെ തന്നെയും പരിസരങ്ങളെയും തികച്ചും വിസ്മരിക്കുന്ന ഉത്കൃഷ്ടാവസ്ഥയിൽ ഏവരും എത്തിച്ചേരുന്നു. അമ്മയുടെ ഓരോ വാക്കിലും ഓരോ ചോദ്യത്തിലും ഓരോ കഥയിലും തമാശകൾ പറഞ്ഞു നമ്മെ ചിരിപ്പിക്കുമ്പോഴും നാമറിയാത്ത എത്രയോ അർത്ഥവത്തായ ഈശ്വരകൽപ്പിതങ്ങളായ ഞങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടത് മനസ്സിലാക്കാൻ, കാണാൻ, മനസ്സിലാക്കാൻ പ്രാപ്തമാക്കുന്ന ബലവും ബുദ്ധിയും ശക്തിയും പ്രദാനം ചെയ്യണേ എന്ന പ്രാർത്ഥനയോടെ ഗുരുവിന്റെ ചരണങ്ങളിൽ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ.
കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ. ആനന്ദാലങ്കാര വാസുദേവ കൃഷ്ണ ആതങ്കമെല്ലാം അകറ്റിടേണേ. ഇന്ദിരാനാഥ ജഗന്നിവാസ കൃഷ്ണ ഇന്നെൻ്റെ മുൻപിൽ വിളങ്ങിടേണേ. ഈരുലകിനു മേഘനാഥ കൃഷ്ണ ഈരഞ്ജുദിക്കും നിറഞ്ഞ രൂപ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഉള്ളിൽ നീ വന്നു വിളങ്ങിടേണേ. ഊഴിയിൽ വന്നു പിറന്ന നാഥ കൃഷ്ണ ഊനം കൂടാതെ തുണച്ചിടേണേ. എന്നുള്ളിലുള്ളൊരു താപമെല്ലാം കൃഷ്ണ എന്നുണ്ണി കൃഷ്ണ ശമിപ്പിക്കണേ. ഏടലർ ബാണനു തുല്യമൂർത്തേ കൃഷ്ണ ഏറിയ മോദേന കൈതൊഴുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സുഖത്തിലഹോ കൃഷ്ണ അയ്യോ എനിക്കൊരു മോഹമില്ലേ. ഒട്ടല്ല കൗതുകം അന്തരംഗേ കൃഷ്ണ ഓമൽ തിരുമേനി ഭംഗി കാൺമാൻ. ഓടക്കുഴൽ വിളി മേളമോടെ കൃഷ്ണ ഓടി വരികന്റെ ഗോപബാല. ഔദാര്യ കോമള കേളിശീല കൃഷ്ണ ഔപമ്യമില്ലാ ഗുണങ്ങൾക്കേതും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. നിൻ പാദ പങ്കജം അമ്പോടു ഞാനിതാ കുമ്പിടുന്നേൻ. അത്യന്ത സുന്ദര നന്ദസൂനോ കൃഷ്ണ അത്തൽ കളഞ്ഞെന്നെ പാലിക്കണേ. കൃഷ്ണമൂകിൽ വർണ്ണ വൃഷ്ണികൂലേശ്വര കൃഷ്ണാംബുജേക്ഷണ കൈതൊഴുന്നേ. അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അമ്മയുടെ അമൃതവാണികൾ തുടർന്നും കാണുക. എല്ലാവരും രമംബിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരുമായി അമ്മയുടെ അമൃതവാണികൾ പങ്കുവയ്ക്കുക. ദിവ്യമാതാവിന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് മാതാ.